മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഹൃദയത്തിലാണ് നമ്മുടെ മനസ്സ്. ഒരാളുടെ മുഖം നോക്കിയിട്ട് ഹൃദ്രോഗ സാധ്യതയുണ്ടോ എന്നെങ്ങനെ പറയാം? മുഖത്തുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഒരു ചെറിയ അസോസിയേഷൻ അഥവാ ഒരു ബന്ധമുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങളിലും നിരീക്ഷണങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു സെൽഫി എടുത്തിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, ഡോക്ടർക്ക് അയച്ചു കൊടുക്കുക, ഈ സെൽഫി നോക്കിയിട്ട് എനിക്ക് ഹൃദ്രോഗത്തിന് ചാൻസ് ഉണ്ടോ എന്ന് പറയാൻ സാധിക്കുന്ന കാലം വിദൂരമല്ല. നമസ്കാരം. ഹൃദ്രോഗത്തെ എല്ലാവർക്കും പേടിയാണ്. ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹൃദ്രോഗം വരുന്നതിന് മുമ്പ് ഹൃദ്രോഗ സാധ്യതയുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? സാധാരണഗതിയിൽ പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ കൂടുതൽ ഇവയെല്ലാം വെച്ചിട്ട് പരിശോധിച്ച ശേഷം ഡോക്ടർമാർക്ക് പറയാം ഇന്നയാൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. ഇതൊന്നുമില്ലാതെ, ഈ പരിശോധനകളൊന്നുമില്ലാതെ ഒരാളെ നോക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ മുഖമൊന്ന് നോക്കിയിട്ട് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടോ എന്ന് പറയാൻ സാധിക്കുമോ? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഹൃദയത്തിലാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ ഈ മുഖം നോക്കിയിട്ട് ഹൃദ്രോഗ സാധ്യത ചെറിയൊരളവിൽ അറിയാൻ സാധിക്കും. ഒരാളുടെ മുഖം നോക്കിയിട്ട് ഹൃദ്രോഗ സാധ്യതയുണ്ടോ എന്നെങ്ങനെ പറയാം? ഇതിനെക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങളും നിരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് ചെവിയിലെ ഒരു ചെറിയ ചുളിവ് അഥവാ ഒരു ഞൊറി അല്ലെങ്കിൽ നമുക്കൊരു മടക്കെന്ന് പറയാം. ചെവിയുടെ താഴ്ഭാഗത്ത് കാണുന്ന ഒരു മടക്ക് അല്ലെങ്കിൽ ഒരു ഞൊറി, ഒരു ചുളിവ്, ഇത് ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഒരു ചുളിവ് റിങ്കിൾ എന്നോ അല്ലെങ്കിൽ ഒരു ക്രീസ് എന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇയർ ലോബ്, ചെവിയുടെ താഴ്ഭാഗത്ത് കാണുന്ന ഈ ഞൊറി അല്ലെങ്കിൽ ചുളിവുള്ളവർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതുള്ള എല്ലാവർക്കും ഹൃദ്രോഗം വരണമെന്നല്ല, ഇതുള്ളവർക്ക് ഹൃദ്രോഗം വരാനുള്ള ചാൻസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ പലരെയും കണ്ടു കാണും, ഇവരുടെ കണ്ണിന് ചുറ്റും, പ്രധാനമായിട്ടും ഈ കൺപോളകളിലോ അല്ലെങ്കിൽ കണ്ണിന്റെ താഴ്ഭാഗത്തോ ഒരു ചെറിയ ഇളം മഞ്ഞ നിറത്തിലുള്ള സാന്തലാസ്മ എന്ന് പറയുന്ന ഒരു ചെറിയ തടിപ്പ് ചിലരിൽ കാണാറുണ്ട്. ഇതിന് കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ട്. പ്രധാനമായിട്ടും ബ്ലഡിലെ കൊളസ്ട്രോൾ, അതുപോലെ ബ്ലഡിലെ LDL കൊളസ്ട്രോൾ, അതായത് നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. ഈ കൊളസ്ട്രോൾ രക്തത്തിൽ നിന്നും ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് ചെന്ന് കയറി ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ ആണ് എന്നുള്ളതാണ്. അതായത് ഈ സാന്തലാസ്മ, കണ്ണിന് ചുറ്റും കാണുന്ന ഈ ചെറിയ ഇളം തവിട് നിറത്തിലോ അല്ലെങ്കിൽ ചെറിയ മഞ്ഞ നിറത്തിലോ കാണുന്ന കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്ന ചെറിയ കട്ടയാണ്. അത് പ്രത്യേകിച്ച് വേദനയോ മറ്റും ഉണ്ടാക്കാറില്ല. പക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഹൃദ്രോഗ സാധ്യത ഉണ്ടെന്നാണ്. ഇനി മൂന്നെന്ന് പറയുന്നത്, നമ്മൾ പ്രായമാകുമ്പോൾ പൊതുവെ നമുക്ക് ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ആൾക്കാരിൽ ചെറിയ കഷണ്ടിയുടെ ചെറിയ ഏരിയാസ് കാണാം. മൊത്തമായിട്ട് കഷണ്ടിയല്ല, ചില ഭാഗങ്ങളിൽ മുടി പോയിട്ട് ചെറിയ കഷണ്ടി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് ഹൃദ്രോഗം ചാൻസ് കൂടുതലാണ്. ഇനി മറ്റു ചിലർക്ക് നമുക്കറിയാം പ്രായമാവുന്ന മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. മുടി കൊഴിഞ്ഞിട്ട് ഈ ഹെയർ ലൈൻ എന്ന് പറയുന്നത് മുടിയുടെ മുകളിലത്തെ നമ്മൾ ചീകുമ്പോൾ ഉണ്ടാകുന്ന ഹെയർ ലൈന്, ഇത് പിന്നിലേക്ക് പോകുന്ന അവസ്ഥ, അതായത് മുടി കൊഴിച്ചില് അത് പിന്നിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ മുടിയുടെ സാന്ദ്രത പൊതുവിൽ കുറയുന്നു, മുടിയുടെ കട്ടി കുറയുന്നു, മുടി കുറച്ച് നരയ്ക്കുന്നു. ഈ ഒരു കോമ്പിനേഷൻ ഉള്ളവർക്കും ഹൃദ്രോഗത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ കോമ്പിനേഷൻ എല്ലാം ഉള്ളവർക്കെല്ലാം ഹൃദ്രോഗം വരണമെന്നല്ല ഉദ്ദേശിച്ചത്. പ്രധാനമായിട്ടും ഹൃദ്രോഗവുമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക്, മുഖത്തുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഒരു ചെറിയ അസോസിയേഷൻ അഥവാ ഒരു ബന്ധമുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങളിലും നിരീക്ഷണങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരാളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ഹൃദ്രോഗമുണ്ടോ എന്ന് പറയാൻ ചിലപ്പോൾ സാധിച്ചേക്കാം നിങ്ങൾക്ക്. കൈ നോക്കി ഭൂതവും ഭാവിയും എല്ലാം പ്രവചിക്കുന്ന കൈനോട്ടക്കാരുള്ള ഈ നാട്ടില് മുഖം നോക്കി ഹൃദ്രോഗം പറയുന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം 100% 100% ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ പല ആൾക്കാരിലും ചെവിയിൽ ചെറിയ ചുളിവ് അല്ലെങ്കിൽ ഇയർലോബ് ക്രീസ് എന്ന് പറയുന്നത് കാണാറുണ്ട്. അവർക്കെല്ലാം ഹൃദ്രോഗം വരണം എന്നല്ല. പക്ഷെ പൊതുവിൽ പല പഠനങ്ങളിലും ഈ ക്രീസ് ഉള്ളത്, അതായത് ചെവിയിൽ ഈ ക്രീസ് ഉള്ള ആൾക്കാർക്ക് അതില്ലാത്ത ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗത്തിന്റെ ചാൻസ് കൂടുതലാണ്.
അതുപോലെ തന്നെ ഈ കണ്ണിന് ചുറ്റും കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊളസ്ട്രോൾ പരിശോധിക്കണം, കൂടുതലാണോ നോക്കണം. കാര്യം തീർച്ചയായിട്ടും അത് ചികിത്സിക്കാവുന്ന ഹൃദ്രോഗത്തെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു മാർഗമാണ്. ഇനി അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു സെൽഫി എടുത്തിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, ഒരു ഡോക്ടർക്ക് അയച്ചു കൊടുക്കുക. ഈ സെൽഫി നോക്കിയിട്ട് എനിക്ക് ഹൃദ്രോഗത്തിന് ചാൻസ് ഉണ്ടോ എന്ന് പറയാൻ സാധിക്കുന്ന കാലം വിദൂരമല്ല. ഇതിനെക്കുറിച്ചും ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സെൽഫി എടുത്ത് അയക്കുന്നു. സെൽഫി എന്ന് പറയുമ്പോൾ മുഖത്തിന്റെ സെൽഫി മാത്രമല്ല 2-3 ആംഗിളിൽ നിന്നുള്ള പടങ്ങൾ എടുത്ത് അയക്കുന്നു. ഇതിനെ നമുക്കറിയാം, ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യമാണ്, മെഷീൻ ലേണിംഗിന്റെ കാലമാണ്. ഈ മെഷീൻ ലേണിംഗിലൂടെ ഈ ഫേസ് വെച്ചിട്ട് ഹൃദ്രോഗത്തിന്റെ ചാൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള പഠനങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിലേക്ക് ഒരു സെൽഫി എടുത്ത് അയച്ചിട്ട് ഹൃദ്രോഗത്തിന്റെ ചാൻസ് അറിയാൻ സാധിക്കുമായിരിക്കാം. എന്തായാലും അതുവരെ നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. തൽക്കാലം ഒരാളുടെ മുഖം നോക്കി, കൈ നോക്കി ഭാവി പറയുന്നത് പോലെ മുഖം നോക്കി ഹൃദ്രോഗത്തിന്റെ ചാൻസ് ഒരു പരിധി വരെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ എല്ലാവരും, ഈ പാടുള്ള എല്ലാവരും പോയിട്ട് ഹൃദ്രോഗ ചാൻസ് നോക്കണം എന്നല്ല പറഞ്ഞത്. പലപ്പോഴും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്, നമുക്കറിയാം ഹൃദ്രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇവയൊക്കെയാണ്. ഇവയുമായിട്ട് ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ചെവിയിൽ ഒരു ഇയർലോബ് ക്രീസ് അഥവാ ഈ ചുളിവ് താഴത്തെ ഭാഗത്തുണ്ടെന്നുള്ളത് കൊണ്ട് ഹൃദ്രോഗമുണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ആ പറഞ്ഞ ആൾക്ക് പ്രമേഹമുണ്ട്, രക്താതിസമ്മർദ്ദമുണ്ട്, അമിത കൊളസ്ട്രോൾ ഉണ്ട്, വണ്ണമുണ്ട്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് അഥവാ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കൂടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ഇത് ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കുറച്ച് തർക്കങ്ങളുണ്ട്, പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരാളുടെ ശാരീരികമായിട്ടുള്ള പ്രായം, അതായത് ബയോളജിക്കൽ ഏജ് കൂടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ബയോളജിക്കൽ ഏജ് കൂടുന്നതനുസരിച്ച് അയാൾക്ക് ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ഇതുള്ളവരെല്ലാം പേടിക്കണമെന്നല്ല. ഇതുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവരൊക്കെ ഹൃദ്രോഗത്തിനുള്ള മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി അവ ഉണ്ടെങ്കിൽ ചികിത്സിക്കണം. അത് മാത്രമല്ല, ഈ പറഞ്ഞ ചെവിയിൽ ഒരു ക്രീസ് ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അക്യൂമുലേഷൻ, സാന്തലാസ്മ ഉണ്ട്, അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഡയറ്റൊക്കെ മോഡിഫൈ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഹൃദ്രോഗത്തെ തടഞ്ഞു നിർത്തണം. താങ്ക് യു.